ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രേണുസുതി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര പ്രണയമായിരുന്നു. സുധിച്ചേട്ടൻ ഉള്ളപ്പോഴേ ഞാൻ അത് തുറന്നു പറഞ്ഞിരുന്നു. ചിലപ്പോൾ സുധിച്ചേട്ടൻ എന്നെ വഴക്ക് പറയുമായിരുന്നു അത് പറഞ്ഞിട്ട്. എനിക്ക് ശരിക്കും അത്രയും മനസ്സിൽ തട്ടിയൊരു പ്രണയം തന്നെയായിരുന്നു. ചിലപ്പോൾ സുധിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സൗണ്ടും എന്നെ കേൾപ്പിക്കാറുണ്ടെന്നൊക്കെ പറയുന്നു. ആരെക്കുറിച്ചാണ് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, രേണുസുതി പറയുന്നു, ഞാൻ എന്തൊക്കെയോ വെളിവില്ലാതെ കിടന്ന് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. ഇപ്പൊ അടുത്തന്നെ ഒരു കേസ് വന്നിരുന്നു അല്ലേ? ഇപ്പൊ വന്ദേ മാതരം എന്നുള്ളതിന് തെറ്റി പറഞ്ഞു. ഇതൊക്കെ ഒരു കേസാക്കി എടുക്കേണ്ട കഥയുണ്ടോ? ശരിക്കും ഒരാളുടെ നാക്ക് പിഴയ്ക്ക് സംഭവിച്ച സംഭവമാണ്. അതിനെ അത് കേസാക്കി ഒരുത്തൻ കൊണ്ട് കേസ് കൊടുത്തു. അയാൾക്ക് ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി ചെയ്തത് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും രേണുസുതി അത് തമാശയായിട്ട് പറഞ്ഞ സംഭവമാണ്. അത് നാക്കുപിഴയോട് കൂടി ചെയ്തത് വലിയൊരു കേസായി. ഇപ്പൊ കേസ് കൊണ്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ രേണുസുതി അതിന് മറുപടി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ എന്തൊക്കെയോ വെളിവില്ലാതെ പറയുന്നതാണ്. അത് വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയില്ല. ഞാൻ പറയുന്നതിൽ 10% ശരിക്കും നുണകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. 90% മാത്രമേ ഞാൻ സത്യം പറയുന്നുള്ളൂ. ഇപ്പൊ കല്യാണത്തിന്റെ കാര്യവും UK-കാരന്റെ കാര്യം, 21 വയസ്സുകാരന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ഒരു 90% ശരിയാണെങ്കിൽ 10% തെറ്റാണ്. ഇപ്പൊ തട്ടം ഇടുന്നു, ഒരു വിവാദമായി. അതുപോലെ തന്നെ ഒരു ട്രെയിനിന്റെ പേര് പറഞ്ഞത്, അതും വിവാദമായി. ഇങ്ങനെ വിവാദങ്ങൾ ഇങ്ങനെ നീളുകയാണ് എന്നെക്കുറിച്ചിട്ട്. ഇതിനെയാണ് ശ്രുതി പറയാനായിട്ട്. ഞാനിപ്പോൾ ഒരു കാറ് വാങ്ങാൻ പോകുന്നുണ്ട്. ഈ കാറിൻ്റെ അടവ് തീരാറായി. അത് അടവ് തീർന്നപ്പോൾ തന്നെ ഞാൻ കാറ് വാങ്ങും. പുതിയൊരു കാറ് വാങ്ങും. പിന്നെ എനിക്കൊരു ഭൂമി വാങ്ങണം. ഈ കുറ്റപ്പെടുത്തലൊക്കെ നിർത്താൻ കഴിയുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ എപ്പോഴും ഒരു 50,000 എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. കാരണം പണ്ടൊക്കെ എൻ്റെ അക്കൗണ്ടിൽ 500 രൂപ പോലും സ്റ്റോക്ക് ഉണ്ടാവാറില്ല. എൻ്റെ മകനൊരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും കാശ് ഉണ്ടാവാറില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് പ്രോഫിറ്റ് ആയിട്ട് 50,000 ഉണ്ടാവും. കറണ്ട് ബില്ലും ഫോൺ ബില്ലും കാറിൻ്റെ അടവും എല്ലാം അടഞ്ഞിട്ട് ബാക്കി പൈസ എനിക്കുണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിൽ സുധിച്ചേട്ടൻ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന ബിനീഷ് ബാസ്റ്റിൻ കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ നോബി ചേട്ടൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ ഇവരൊന്നും തിരിച്ച് വിളിക്കാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സെലിബ്രിറ്റികളാണല്ലോ. അപ്പോൾ സെലിബ്രിറ്റികളെ നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തുമ്പോൾ അവർ ഏത് നേരത്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അവരെന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആരുടെ അടുത്തൊന്നും ഇറക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് വരുമാനം ദൈവം സഹായിച്ച് ഇപ്പോൾ എനിക്കുണ്ട്. എൻ്റെ 2 കുഞ്ഞുങ്ങളെ നോക്കാനുള്ള വരുമാനവും എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കായിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ആരോടാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര പ്രണയമായിരുന്നു. ഞാൻ ജനിക്കുന്നതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളാണെന്നറിയാമോ? ഞാൻ സുധിച്ചേട്ടനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് പ്രണയമാണ് പ്രണയമാണെന്ന്. അപ്പോൾ എന്നോട് ചിലപ്പോഴൊക്കെ സുധിച്ചേട്ടൻ വഴക്ക് കൂടും. ചിലപ്പോൾ എന്നോട് സ്നേഹിച്ചുകൊണ്ട് തന്നെ ആ സൗണ്ട് എന്നെ കേൾപ്പിക്കും. അദ്ദേഹത്തിൻ്റെ സൗണ്ട് എന്നെ കേൾപ്പിക്കും. എനിക്കിഷ്ടമുള്ള അത്രയും ഇഷ്ടമുള്ള വ്യക്തിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഞാൻ മതിമറന്ന് പോകാറുണ്ട്. പല രാത്രികളിലും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൊന്ന് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? എനിക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജനിക്കാൻ പറ്റിയില്ല. ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്കറിയാമോ? ജയനാണ്. സിനിമാ നടൻ ജയനെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ആ കാലഘട്ടത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര പ്രണയമാണ്. അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. സുധുചേട്ടനായിട്ട് തല്ലൂടും എന്നൊക്കെ പറയുന്നത് അതാണ്. ഇനി വേറൊരു വോയിസ് ഉണ്ട്. ഞാൻ സെലിബ്രിറ്റി ആണ്. അതുകൊണ്ടാണ് ആൾക്കാർ മുഴുവൻ എന്നെ ഗോൾഡ് കടത്തുന്നു, അങ്ങനെ മാഫിയയാണ്, സ്മഗ്ലിങ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇതൊക്കെ രേണുസുതിക്ക് എന്താവും? വിനയായി മാറുള്ളൂ എല്ലാം. എനിക്ക് നോ കമന്റ്സ് എന്ന് പറഞ്ഞു വിട്ടാൽ മതി സത്യത്തില്. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ. എന്നൊക്കെ ഇപ്പോൾ പലതവണ വിദേശ യാത്ര നടത്തിയല്ലോ. അപ്പം ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വലിയ സെലിബ്രിറ്റികളൊക്കെ ആകുമ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് എന്നൊക്കെ വരും, വെറുതെ വിവാദം വരും. നമ്മളതിപ്പോ വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും സ്മഗ്ലിംഗ് ആണെന്നും ഗോൾഡ് കടത്താൻ. കാരണം വേറൊന്നുമല്ല, 1 ഇയറിനൊക്കെ പോകണം അങ്ങനെ വരത്തില്ല. ഇതിപ്പോ 2-3 ദിവസത്തിന് 4-5 ദിവസത്തിനൊക്കെ അല്ലേ ഞാൻ ദുബായിലൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ 10 ദിവസം കൂടി വന്നു, അല്ലെങ്കിൽ 15. അതിൽ കൂടുതൽ ഞാൻ നിന്നിട്ടില്ല. ദുബായിലാണ്, ബഹറിലാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അതിനകത്തൊരു സത്യമില്ലെന്ന് എനിക്കും അറിയാം. അല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിൽ തന്നെ പിടിച്ചു വെക്കണ്ടേ? സത്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, അതിലൊരു സത്യവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്താ വെറുതെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ഇതെന്താ എയർപോർട്ടിൽ ഇങ്ങനെ പറഞ്ഞു വിടില്ലേ രേണുസുതിയെ? ഇങ്ങനെ സ്മഗ്ലിങ്ങും അതുപോലെ തന്നെ ഗോൾഡ് കടത്തുന്നതൊക്കെ ആയിട്ട്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നത്? ഉള്ള കാര്യങ്ങൾ പറയൂ. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പറയൂ. വെറുതെ വൈറലാവാൻ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകൾ വെച്ചുണ്ടാക്കി ഈ സ്ത്രീയുടെ തലയിൽ വെച്ച് കൊടുക്കേണ്ട ഒരാവശ്യകതയില്ല. ശരിക്കും കണ്ടന്റ് ഈ സ്ത്രീ തന്നെ ഓരോ ദിവസവും തരുന്നുണ്ട്. ആ കണ്ടന്റ് വെച്ച് ചെയ്യും നിങ്ങൾ. അല്ലാതെ
ഈ തോന്നിവാസ കഥകൾ ഒന്നും കൂടി ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് സ്മഗ്ലിംഗ്, ഗോൾഡ് ഇതൊക്കെ നിങ്ങൾ ഇല്ലാ കഥ പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പാപം നമ്മുടെ തലയിൽ തന്നെ വന്നു ചേരും. രേണുസുധിയെ ക്രിറ്റിസൈസ് ചെയ്യാം. രേണുസുധി പറഞ്ഞ കാര്യങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാം. അതിന് നമുക്കൊരു പാപവും വരില്ല. കാരണം ആള് പറഞ്ഞിട്ട കുറെ കാര്യങ്ങളാണ്. ഇതൊന്നും ആള് പറഞ്ഞിട്ട കാര്യങ്ങളേ അല്ല. ഇതൊക്കെ ഓരോരുത്തരെ യുക്തിക്കനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ട് തുറന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. രേണുസുധി എന്നൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഗൾഫിൽ പോകണ്ടില്ലേ, ഉടനെ പറഞ്ഞു ഗോൾഡ് സ്മഗ്ലിംഗ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പറഞ്ഞു. പിന്നെ ബാറിൽ പോയില്ലേ, ഉടനെ പറഞ്ഞു കള്ള് കുടിയെത്തിയാണ്, മറ്റേതാണ് മറിച്ചതാണ്. അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് രേണുസുതി അനുസരിച്ച്. അതാണ് ഈ രേണുസുതി കേട്ട് കഴിഞ്ഞാലോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അത് നോ കമന്റ്സ് എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതിനിപ്പോൾ എന്താ കുഴപ്പം, ആർക്കപ്പതിൽ ഇതിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആളിളകുമ്പോൾ അതിൽ നിന്ന് വീണ്ടും കണ്ടന്റ് വരികയാണ് ശരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് ഫുൾ രേണുസുതി കണ്ടന്റ് വന്നുകൊണ്ടിരിക്കുന്നത്.